സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക് വിശദമായി കടക്കാം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനുമെതിരെ തുറന്നടിച്ച ഡോക്ടർ ഹാരിസ് ചിറക്കൽ. സഹപ്രവർത്തകർ പിന്നിൽ നിന്ന് കുത്തുമെന്ന് കരുതിയില്ല. കീഴുദ്യോഗസ്ഥൻ എന്ന നിലയിൽ നേരിട്ട് ചോദ്യം ചെയ്യാമായിരുന്നിട്ടും തനിക്കെതിരെ വാർത്താ സമ്മേളനം നടത്തിയത് ഞെട്ടിച്ചുവെന്നും ഡോക്ടർ ഹാരിസ്. കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചുവെന്ന് KGMCT ഗ്രൂപ്പിൽ സന്ദേശം അയച്ചതിന് പിന്നാലെയാണ് ഹാരിസ് മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയത്. ന്യൂസ് 18 ഫോളോ അപ്പ്. ജാതിമാറ്റ തട്ടിപ്പിൽ സർക്കാർ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തം. സംഭരണം നേടിയെടുക്കാനുള്ള ജാതിമാറ്റം കൂടുതലും നെയ്യാറ്റിൻകര രൂപതയിൽ. ജാതി സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അവകാശം ഉദ്യോഗസ്ഥർക്ക് മാത്രമായി വിട്ടു നൽകില്ലെന്ന നിലപാടിൽ രൂപത. കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. കല്യാണത്തിനായി യുവാവ് മതം മാറാൻ നിർബന്ധിച്ചുവെന്ന് സഹോദരൻ. വീട്ടിൽ കൊണ്ടുപോയി സോനയെ മർദ്ദിച്ചെന്നും ആരോപണം. പറവൂർ സ്വദേശി റമീസിനെതിരെ പെൺകുട്ടി എഴുതിയ കുറിപ്പ് ന്യൂസ് 18. ധർമ്മസ്ഥലയിൽ മലയാളി കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഡി ഗ്യാങ്ങിന്റെ ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ പങ്കുവച്ച് കാഞ്ഞങ്ങാട് സ്വദേശി രഞ്ജുരാജ് കരിന്തളവും ഭാര്യയും. ആക്രമണ ശ്രമം വർഷങ്ങൾക്ക് മുൻപ് മധുവിധു ആഘോഷിക്കാൻ ധർമ്മസ്ഥലയിലെത്തിയപ്പോൾ. വോട്ടർ പട്ടിക ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഇന്ത്യ സഖ്യം. 300 MPമാരെ പങ്കെടുപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ന് മാർച്ച്. 11:30 ആരംഭിക്കുന്ന മാർച്ചിൽ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകും. പാർലമെന്റിലും പ്രതിഷേധം തുടരും. തൃശൂരിലെ BJP വിജയം ക്രമക്കേട് കൊണ്ട് നേടിയതാണെന്ന ആരോപണം ശക്തമാക്കി കോൺഗ്രസ്. 2019 വോട്ടർ പട്ടികയിൽ 62,318 വോട്ടിന്റെ വർധന മാത്രമാണ് ഉണ്ടായതെങ്കിൽ 2024 1,46,656 ഇത് ഉയർന്നു. ഇതിൽ അസ്വാഭാവികതയുണ്ടെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. വോട്ടെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപൊഴിഞ്ഞ വീടുകളുടെയും ഫ്ളാറ്റുകളുടെയും വിലാസം ഉപയോഗിച്ച് BJP പേരുകൾ ചേർത്തെന്ന് KPCC. തിരുവനന്തപുരം ഡൽഹി എയർ ഇന്ത്യ വിമാനം ചെന്നൈയിൽ ഇറക്കിയ സംഭവത്തിൽ ഗുരുതര വീഴ്ചയെന്ന് KC വേണുഗോപാൽ. ലാൻഡിംഗ് സമയത്ത് റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നുവെന്ന് MP. ആരോപണം നിഷേധിച്ച് എയർ ഇന്ത്യ. വിമാനത്തിലുണ്ടായിരുന്നത് 5 MPമാർ ഉൾപ്പെടെ 160 യാത്രക്കാർ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപമുണ്ടായ കാർ അപകടത്തിൽ പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. 4 പേരും വെന്റിലേറ്ററിൽ. ഒരാളെ രാത്രി അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. വഴിയാത്രക്കാരായ ശ്രീപ്രിയ, ആഞ്ജനേയൻ, ഓട്ടോ ഡ്രൈവറായ സുരേന്ദ്രൻ, ഷാഫി എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടമുണ്ടാക്കിയ വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണുനാഥിനെതിരെ അന്വേഷണം തുടരുന്നു. ഇയാൾ ഡ്രൈവിംഗ് പരിശീലിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കോഴിക്കോട്ടെ സഹോദരിമാരുടെ കൊലപാതകത്തിൽ പ്രതിയെ കണ്ടെത്താനാവാതെ പോലീസ്. മൊബൈൽ സിഗ്നൽ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലിലും ഫലം കണ്ടില്ല. തടമ്പാട്ടുതാഴം സ്വദേശി പ്രമോദിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. 2 പേരുടെയും മരണം ശ്വാസം മുട്ടിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാന്ദ്ര തോമസ് നൽകിയ ഹർജികൾ ഇന്ന് എറണാകുളം ജില്ലാ സബ് കോടതി പരിഗണിക്കും. ബൈലോയ്ക്ക് വിരുദ്ധമായി വരണാധികാരിയെ നിയമിച്ചതിനെതിരെയും പത്രിക തള്ളിയതിനെതിരെയുമാണ് സാന്ദ്രയുടെ ഹർജികൾ. അനുകൂലമായ ഉത്തരവുണ്ടാകും എന്ന പ്രതീക്ഷയിൽ സാന്ദ്ര തോമസ്. അധിക്ഷേപ പോസ്റ്റുകളെല്ലാം പിൻവലിച്ചു വിനായകൻ. ഫേസ്ബുക്കിൽ നാളിതുവരെ പോസ്റ്റ് ചെയ്ത അധിക്ഷേപ പോസ്റ്റുകളെല്ലാമാണ് പിൻവലിച്ചത്. നേരത്തെ വിനായകനെ ബഹിഷ്കരിക്കുമെന്ന് മലയാളം പിന്നണി ഗായകരുടെ സംഘടന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പോസ്റ്റുകൾ നീക്കം ചെയ്തത്. എറണാകുളത്ത് വൻ കഞ്ചാവ് വേട്ട. 40 കിലോ കഞ്ചാവുമായി 2 പശ്ചിമ ബംഗാൾ സ്വദേശികൾ പിടിയിൽ. പിടിയിലായത് മുർഷിദാബാദ് സ്വദേശികളായ സുരോജ്, രാജു എന്നിവർ. കഞ്ചാവ് എത്തിച്ചത് 3 ട്രോളി ബാഗുകളിലായി. പ്രതികളെ പിടികൂടിയത് കൊച്ചി ഡാൻസ് അപ്പ് ടീം.
ഗസയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെയും ഇസ്രായേൽ ആക്രമണം. അൽ ജസീറയുടെ 2 റിപ്പോർട്ടർമാരും 3 ക്യാമറാമാനും മരിച്ചു. മിസൈൽ ആക്രമണം നടത്തിയത് മാധ്യമപ്രവർത്തകർ താമസിച്ച ടെന്റിന് നേരെ. വധിച്ചത് ഹമാസ് പ്രവർത്തകരെന്ന് ഇസ്രായേൽ. ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള സമാധാന ചർച്ചകളിൽ യുക്രൈനെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി സഖ്യകക്ഷികൾ. UK, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, പോളണ്ട്, ഫിൻലാൻഡ് എന്നിവർക്കൊപ്പം യൂറോപ്യൻ കമ്മീഷനും ആവശ്യമുന്നയിച്ചു. സംയുക്ത പ്രസ്താവനയിലാണ് ആവശ്യം. ആഗസ്റ്റ് 15-നാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച. നമ്മൾ വിശദമായി കടക്കുകയാണ്. തുടക്കം തന്നെ പോകുന്നത് ധർമ്മസ്ഥലയിലെ ദുരൂഹതകളിലേക്ക്. ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ധർമ്മസ്ഥലയിൽ മലയാളി കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കാസർകോട് കാഞ്ഞങ്ങാട് സ്വദേശി രഞ്ജിരാജ് കരിന്തളവും ഭാര്യയുമാണ് ഡി ഗാങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടത്. വർഷങ്ങൾക്ക് മുൻപ് മധുവിധു ആഘോഷത്തിനായി ധർമ്മസ്ഥലയിലെത്തിയപ്പോൾ നടന്ന സംഭവം ഇന്നും ഭയപ്പാടോടെ ഓർക്കുകയാണ് രഞ്ജിത് രാജ്. ധർമ്മസ്ഥലയിൽ നിന്നും ഓരോ ദിവസവും വരുന്നത് ഭയാനകമായ വാർത്തകളാണ്. ഒരുപാട് പേർക്കാണ് ഇത്തരത്തിൽ ദുരനുഭവം ഇവിടെ നിന്ന് നേരിട്ടിട്ടുള്ളത്. ഏതായാലും അത്തരത്തിൽ ഒരു അനുഭവം നേരിട്ടാണ് നമ്മോടൊപ്പം ചേരുന്നത് കരിന്തളം സ്വദേശിയും കാഞ്ഞങ്ങാട് താമസക്കാരനുമായ രഞ്ജിത്ത് എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹത്തിനും ഇത്തരത്തിൽ സമാനമായ അനുഭവം ഉണ്ടായി. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ആ കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ധർമ്മസ്ഥലയിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം? എങ്ങനെയാണ് അവർ? ധർമ്മസ്ഥലയിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 2004 എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസമാണ് ഞങ്ങൾ പോയത്. ഞാനും ഭാര്യയും കൂടെ ഞങ്ങൾ ആദ്യം കൊല്ലൂർ പോയി. കൊല്ലൂരിൽ നിന്ന് തിരിച്ച് ധർമ്മസ്ഥലയിലേക്ക്. ആ സമയത്ത് കാറൊന്നും ഇല്ലാത്ത സമയമാണ്. ബസ്സിലാണ്, KSRTC, കർണാടകയിലെ KSRTC ബസ്സിലാണ് പോയത്. അങ്ങനെ ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ ബാഗുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി. ഒരു സന്ധ്യയോടെ അടുത്തിട്ടാണ് ബസ് ട്രാവൽ ചെയ്ത് പോകുന്നത് ധർമ്മസ്ഥലയിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ സീറ്റിൽ ഒരു കാഷായ വേഷമൊക്കെ ഇട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഞങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ കരിന്തളത്താണ്, കാസർഗോഡ് ജില്ലയിൽ കരിന്തളത്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടുത്തെ അമ്പലത്തിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഇയാൾക്കറിയാം. ഇയാളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇന്ന് എവിടെയാണ് താമസിക്കുന്നത് ചോദിച്ചപ്പോൾ ധർമ്മസ്ഥലയാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ 2 പേരേ ഉള്ളൂ എങ്കിൽ ധർമ്മസ്ഥലയിൽ താമസിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പം വൈഫിന് മൈഗ്രെയിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇനി യാത്ര ചെയ്യുന്നില്ല, ഇന്നിവിടെ താമസിക്കാൻ എന്നാൽ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഒരുപാട് നിർബന്ധിച്ചു, ഇവിടെ താമസിക്കേണ്ട, നിങ്ങൾ സുബ്രഹ്മണ്യം പോയിട്ട് താമസിച്ചോ എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും ഞങ്ങൾ കേൾക്കാതെ ഒരു കാഷായ വസ്ത്രം ധരിച്ച ഒരാൾ പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ലതുകൊണ്ട് ഞങ്ങൾ ധർമ്മസ്ഥലയിൽ ഇറങ്ങി അവിടെ നിന്നിട്ട് അപ്പം നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരാൾ റൂമാണെന്ന് ചോദിച്ചു. ഞങ്ങൾ റൂം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു 650 രൂപ 700 രൂപ എന്തോ ആയിരുന്നു ആ സമയത്ത്, 2004 അങ്ങനെ ഞങ്ങൾ 2 പേരെയും കൂട്ടി ഈ ബാഗൊക്കെ അയാൾ തന്നെ മേടിച്ചു. ഞങ്ങളെ ഒരു ബിൽഡിങ്ങിൻ്റെ എനിക്കിപ്പോഴും ഓർക്കുന്നു. ഇപ്പോഴത്തെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയത്തോടെയാണ് നമ്മൾ ഓർമ്മയിൽ വരുന്നത്. ഒരു ഇടവഴിയിലൂടെ ഇങ്ങനെ കൊണ്ടുപോയി ഒരു റൂമിനകത്ത് നമ്മളെ റൂം തന്നു. 650 രൂപ വാങ്ങി. ആ സമയത്ത് ID കാർഡും കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ കയറി ഡോർ അടച്ചപ്പോൾ ഒരു വല്ലാത്തൊരു റൂമാണത്. എന്താ പറയുക, നമുക്കൊരു ശരിക്കും ഒരു ജയിലർ പോലെയുള്ള റൂം അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ അതൊന്നും വിഷയമാക്കാതെ ഞങ്ങൾ അവിടെ താമസിക്കാൻ വേണ്ടി ഒരു 8-9 മണിയായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു 6-7 പേര് നമ്മുടെ റൂമിന് ചുറ്റുമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതൊരു നമുക്കൊരു പേടിപ്പെടുത്തുന്ന പോലെയാണ്. നമ്മുടെ സേഫ്റ്റിയും ഇല്ല, നമ്മുടെ പ്രൈവസിയും ഇല്ല. ആ വൈഫ് പറഞ്ഞ് നമുക്ക് പോകാം, അവിടെ നിൽക്കണ്ട, ആ സ്വാമി പറഞ്ഞത് അയാൾ പറഞ്ഞില്ലേ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊന്നും കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞ് നമ്മൾ ധൈര്യം കാണിക്കണ്ടേ, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് നിൽക്കാൻ തോന്നും. ഒരു 10 മിനിറ്റും കൂടെ കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു സിഗരറ്റൊക്കെ വലിച്ചിട്ട് പുകയൊക്കെ റൂമിനകത്തേക്ക് വരുന്നു. ഈ ആൾക്കാർ നമ്മൾ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പോകാൻ പൈസ തിരിച്ചു തരില്ലെന്ന് പറഞ്ഞു. കാശ് തിരിച്ചു തരില്ല സ്ഥലം ഞങ്ങൾ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോവാണ്, പിന്നെ എന്താ കാശ് തരാം, നമ്മൾ താമസിക്കുന്നില്ലെന്ന് പറഞ്ഞു. അത് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഡോർ തുറക്കാൻ പറ്റാതെ നമ്മളൊരു ലോക്കായ പോലെയാണ്. പിന്നെ വൈഫർ എന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയോ അവിടുന്ന് അപ്പം തന്നെ ഒരു 9-10 സമയത്ത് രാത്രി ഇറങ്ങി പുറത്ത് ബാഗ് എടുത്തിട്ട് വന്നു. പൈസ തിരിച്ചു മേടിക്കാനൊന്നുമില്ല. തിരിച്ചു മേടിക്കാൻ വന്നിട്ട് അന്ന് രാത്രിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ലാസ്റ്റ് 9:25 സുബ്രഹ്മണ്യത്തേക്ക് ഒരു KSRTC ബസ്സുണ്ട്. ആ ബസ്സിന് കയറി രാത്രി സുബ്രഹ്മണ്യം പോയി ഞങ്ങൾ താമസിച്ചതാണ്. ഇപ്പോഴത് വിചാരിക്കുമ്പോൾ വല്ലാത്ത നമ്മളിപ്പം ഞങ്ങളെ ഈ ചാനലുകളൊക്കെ വരുന്ന വാർത്തകളൊക്കെ കാണുമ്പോൾ അന്നും ഒരുപക്ഷെ നമ്മളും അതിൽ ഇരകളായിരുന്നെങ്കിലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു. ഇയാൾക്ക് ഇത് അറിയാമായിരുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും ഞാനിപ്പോൾ ശരിക്കും ഒരു ദൈവം ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ
അയാളാണ് ദൈവം. കാരണം അയാൾക്കറിയാം, അയാൾ കൃത്യമായിട്ട് കരിന്തളത്തെക്കുറിച്ച് പറയുമ്പോൾ കരിന്തളം ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു, അവിടുത്തെ തറവാട്ടിനെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും അവിടെ താമസിക്കാൻ വേണ്ടി പാടില്ല. ഞങ്ങളുടെ ജന്മനക്ഷത്രമൊക്കെ ചോദിച്ചു അയാൾ. അതൊക്കെ പറഞ്ഞു അവിടെ ഒരിക്കലും താമസിക്കരുത്, ഞാൻ സുബ്രഹ്മണ്യത്തേക്കാണ്, നിങ്ങൾ സുബ്രഹ്മണ്യം പോയിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ടും അയാൾ ഞങ്ങൾ ഇറങ്ങുന്ന ബസ്സിൽ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോകുന്നത് നോക്കി അയാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആ റൂമിൽ അയാളെ കൂടെ പോകുന്ന നോക്കി അയാൾ നോക്കി നിൽക്കുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കാണുന്നുണ്ട് ശരിക്കും. അതായത് 95 മുതൽ 2014 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഒരുപാട് കൊലപാതകങ്ങൾ നടന്നത്. ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് പെൺകുട്ടികൾ തട്ടിക്കൊണ്ടുപോലും ഇതുപോലെ വരുന്ന ആൾക്കാർ. ഇപ്പോൾ അതെങ്ങനെ ഓർത്തെടുക്കുന്നു? ആ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ എങ്ങനെ? തീർച്ചയായിട്ടും ഭയാനകമല്ലേ ശരിക്കും. ആ കാലഘട്ടത്തിൽ നമുക്ക് ഇന്നത്തെ പോലെ ഒരുപാട് ഫെസിലിറ്റീസുകളൊന്നും അന്നില്ല. എത്ര നിരപരാധികൾ, ഇനിയും അറിയപ്പെടാത്ത എത്ര ആളുകൾ അതിനിടയിൽ ഉണ്ടായിട്ടുണ്ടാവും, എത്ര ആൾക്കാരുണ്ടാവും. ശരിക്കും ഭയപ്പെടുത്തുന്നൊരു സംഭവം തന്നെ. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇതൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നതിനപ്പുറത്താണ്. അങ്ങനെ പോവാ, ഫാമിലിയും കൊണ്ട് എവിടെ പോവാ? ഇപ്പോൾ ഇത് ഭാര്യയുമായി ഇത് സംസാരിക്കുമ്പോൾ ഇങ്ങനെ വാർത്തകൾക്ക് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും അവൾ പേടിച്ചിരിക്കുക. അവളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വാർത്ത കണ്ട് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ രഞ്ജിയേട്ടാ നമ്മൾ അന്നത്തെ കാര്യങ്ങൾ അറിഞ്ഞില്ല, ഈ സംഭവം ഇതൊക്കെ സത്യമാണ്, നമ്മളും ചിലപ്പോൾ നമ്മളിന്ന് ഉണ്ടാവില്ലായിരുന്നില്ലേ. ശരിക്കും തീർത്തും അവളൊക്കെ നമ്മളെല്ലാവരും പേടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ വാർത്ത ഇപ്പം പുറത്ത് പറയാനൊരു ആഗ്രഹം, ആരും അറിയട്ടെ എന്നില്ലേ പറയാൻ. എന്തായാലും ബാഹുബലി ഹിൽസിലാണ് ഇപ്പോൾ പരിശോധന, അതായത് ക്ഷേത്രഭൂമിയിൽ. ഇവിടെ ഇത്തരത്തിൽ വിവാഹം കഴിഞ്ഞ് മധുവിധം ആഘോഷിക്കാനായി വന്ന ഒരു ഭാര്യ ഭർത്താവിനെയും ഇത്തരത്തിൽ കൊലപ്പെടുത്തി അവിടെ ഈ ശുചീകരണ തൊഴിലാളി ഏൽപ്പിക്കുകയും അദ്ദേഹം അവിടെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത്തരത്തിൽ ഒരുപാട് പേരുടെ, അതായത് പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ മാത്രമല്ല, ഈ വിവാഹം കഴിഞ്ഞ് മധുവിധം ആഘോഷിക്കാൻ വരുന്ന ആളുകളെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഈ സംഘം, ഈ ഡി ഗ്യാങ് ഉൾപ്പെടെയുള്ള സംഘം എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഓരോ ഉദാഹരണത്തിൽ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഫോണിലും ബന്ധപ്പെടുന്നുണ്ട്. ഇത്തരം അനുഭവങ്ങൾ നമുക്കുണ്ടായി എന്ന് പറയുന്നത് ധർമ്മസ്ഥലയിൽ ഓരോ ദിവസവും വരുന്ന വാർത്തകൾ അത്രത്തോളം ഭയാനകവും ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് അപ്പുറമാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. KB ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. KB ബൈജു വിവരങ്ങളുമായി ചേർന്നു. ബൈജു, വെരി ഗുഡ് മോർണിംഗ്. ഓരോ ദിവസവും ധർമ്മസ്ഥലയിൽ നിന്ന് വരുന്നത് അത്രമാത്രം ഭയപ്പെടുത്തുന്ന വിവരങ്ങളാണ്. ഇത് നമ്മുടെ രാജ്യത്ത് തന്നെയാണോ ഈ ധർമ്മസ്ഥല എന്ന് തോന്നിപ്പോകും വിധം ഉള്ള സംഭവ വികാസങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ തന്നെ പുറത്തുവിടുന്നത്. ഇപ്പോഴിതാ മധുവിധു ആഘോഷിക്കാൻ ഈ പറയുന്ന കാലഘട്ടത്തിൽ, അതായത് 2008 വരെയുള്ള ആ കാലഘട്ടത്തിൽ തന്നെ, 2004 ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കുടുംബം അവിടെ എത്തുന്നു. അവിടെ നിന്ന് അവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ഒരു വലിയ ദുരനുഭവമാണ് ഇപ്പോൾ ആ കുടുംബം, അദ്ദേഹം നമ്മളോട് ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ധർമ്മസ്ഥലയിൽ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഡി ഗ്യാങ്ങിന്റെ അഴിഞ്ഞാട്ടം അത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവിടെ ഉണ്ട്. അവർ അവിടെ പ്രബലരാണ് എന്നൊക്കെ തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഓരോ ദിവസവും പുറത്തോട്ട് വരുന്നത്, അല്ലേ ബൈജു? വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഭവ്യ, ഈ 94 മുതൽ 2014 വരെയാണ് ഇത്തരത്തിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ സംസ്കരിച്ചു എന്ന് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തി. അതേ കാലഘട്ടത്തിലാണ് രഞ്ജുവും കുടുംബവും അവിടെ എത്തിയത്. അതായത് 2004 ആ കാലഘട്ടങ്ങളിൽ ഒരു പക്ഷേ ഇവരും ആ ഇരകളായേനെ. കാരണം ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്, നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ വെളിപ്പെടുത്തലുണ്ടാകുമ്പോൾ തെരച്ചിൽ നടക്കുന്നത് അവിടെ ലോഡ്ജിൽ നിന്നും ഇത്തരത്തിൽ കൊല ചെയ്യപ്പെട്ട് ഭാര്യയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഭർത്താവിനെയും കൊലപ്പെടുത്തി ഈ ബാഹുബലി ഹിൽസിന് തൊട്ടു പിറകിലുള്ള സ്ഥലത്ത് സംസ്കരിച്ചു എന്ന് ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലമാണ്. ആ സ്ഥലത്ത് പരിശോധന നടക്കുന്ന സമയത്താണ് അതിന് സമാനമായ രീതിയിലൊരു അനുഭവം ഇപ്പോൾ ഇവർ പങ്കുവെക്കുന്നത്. ഒരു പക്ഷേ അന്ന് രാത്രി അവർ അവിടെ തങ്ങുകയാണെങ്കിൽ ഇതേ അവസ്ഥ ഇവർക്കും വരുമായിരുന്നു. അത് ആ കുടുംബം ഇപ്പോഴും ഭീതിയോടുകൂടി അത് നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പേരെ കാണാതുമായിട്ടുണ്ട് ഇവിടെ. അതെല്ലാം ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഇന്നത്തെ പരിശോധനയിലേക്ക് വന്നാൽ ഭവ്യ, വളരെ പ്രധാനമാണ് ഇന്നത്തെ പരിശോധന. ഈ ബാഹുബലി ഹിൽസിന് പുറകിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്പോട്ട് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയിരുന്നു. അവിടെ ഒരു 4 അടിയോളം മാത്രമേ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കുടിയെടുത്ത് പരിശോധന നടത്തിയിട്ടുള്ളൂ. 8 അടിയിൽ മുകളിൽ അവിടെ മണ്ണും മറ്റു വസ്തുക്കളും ഇട്ട് തെളിവ് നശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നതായി ഈ സാക്ഷിയുടെ അഭിഭാഷകർ, ഒപ്പം സുജാത ഭട്ടിന്റെ അഭിഭാഷകർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആ സ്ഥലം കൃത്യമായി വിശദമായി പരിശോധിക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഇവർ ഉന്നയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ആ പ്രദേശത്ത് പരിശോധിക്കുമോ? കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ നേത്രാവതി പുഴയോരത്തും വനമേഖലയിലുമാണ് പരിശോധനയെങ്കിൽ 11ാം നാൾ
വളരെ അപ്രതീക്ഷിതമായാണ് നിർണായകമായ നീക്കം SITയുടെ ഭാഗത്തുണ്ടായത്. ക്ഷേത്രഭൂമിയിലേക്ക് കടന്ന് ക്ഷേത്രഭൂമിക്കകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് പരിശോധന നടത്തുന്നു. നമ്മളോട് പല ഓട്ടോ അവിടെയുള്ള മലയാളികളെ കുറച്ച് ഓട്ടോക്കാരെല്ലാം നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ഇന്ന സ്ഥലത്താണ് പരിശോധിക്കേണ്ടത്, ആ സ്ഥലമാണ് ഒരുപാട് മൃതദേഹങ്ങൾ നമ്മൾ കണ്ടതെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഇപ്പോഴും അവർക്ക് ഒരു ധൈര്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ കോളിലും അതുപോലെ തന്നെ നേരിട്ടും അതുപോലെ ഒരുപാട് പേർ സംസാരിച്ചിരുന്നു. പെട്ടെന്നാണ് 1:30 കൂടി അവിടെ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഇങ്ങനെ ഈ ഒരു SIT സംഘം അവിടെ പ്രവേശിക്കുന്നതും തെരച്ചിൽ നടത്തുന്നു. ആ പ്രദേശം വിശദമായി ഒന്ന് പരിശോധിക്കണമെന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇനി അവിടെ പരിശോധിക്കുമോ SIT? വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ധർമ്മസ്ഥലയിൽ നിന്നും പുറത്തുവരുന്നത്. KV ബൈജു ആണ് ആ പ്രതികരണം തേടിക്കൊണ്ടത്. മലയാളി കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് എന്നുള്ള ഏറെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ബൈജു തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ബൈജു, ഇപ്പോൾ ഇന്ന് പരിശോധന നടക്കുന്നത്, ഇപ്പോൾ നമ്മളോട് തനിക്ക് ദുരനുഭവം നേരിട്ടു, തനിക്കും തൻ്റെ ഭാര്യയ്ക്കും ദുരനുഭവം നേരിട്ടു എന്ന് പറഞ്ഞ കാസർഗോഡ് സ്വദേശിയ മലയാളി പറഞ്ഞ അതേ സ്ഥലത്തല്ലേ ബൈജു ഇന്ന് ഒരു കുടുംബത്തെ മധുവിധ ആഘോഷിക്കാനെത്തിയ ഭാര്യയും ഭർത്താവിനെയും കൊന്നു കുടിച്ചിട്ടു എന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞ് പരിശോധന നടക്കുന്നത് അതേ സ്ഥലത്ത് തന്നെയല്ലേ ബൈജു? അതെ ഭവ്യ, അതാണ് ഈ വാർത്തയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. കാരണം അവർ താമസിച്ചു എന്ന് പറയുന്ന ആ സ്ഥലം, ഞാൻ അവരോട് കൃത്യമായി സംസാരിച്ചിരുന്ന ഏതാണ് സ്പോട്ട്, ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ തെരച്ചിൽ. അവിടെയാണ് ഇതേപോലെ വിവാഹം കഴിഞ്ഞ് മധുവിധ ആഘോഷിക്കാനെത്തിയ 2 പേരെ, ഭാര്യയും ഭർത്താവിനെയും കൊലപ്പെടുത്തുന്നതും ഈ ശുചീകരണ തൊഴിലാളിയെ ഏൽപ്പിക്കുന്നതും അവിടെ സംസ്കരിക്കുന്നതും. അത് തന്നെയാണ് ഇയാളുടെ മൊഴിയും. ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പരിശോധന ഉണ്ടാവുക. അവിടെ കൂടുതൽ പരിശോധന നടത്തണമെന്ന ആവശ്യവുമായി സാക്ഷിയുടെ അഭിഭാഷകരും ഒപ്പം ഈ സുജാത ഭട്ടിന്റെ അഭിഭാഷകർ രംഗത്തെത്തിയിട്ടുണ്ട്. അവിടെ 8 അടിയോളം ഉയരത്തിൽ മണ്ണും മറ്റു വസ്തുക്കളും കൂട്ടിയിട്ടിട്ടുണ്ട്. അത് നീക്കം ചെയ്ത് വിശദമായി പരിശോധന നടത്തണം. ഒരുപാട് മൃതദേഹങ്ങൾ അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ അഭിഭാഷകർ പറയുന്നത്. ആ സ്ഥലത്ത് പരിശോധന നടത്തിയാൽ ഒരുപക്ഷെ വലിയ തെളിവുകളായിരിക്കും പുറത്തു വരിക. കാരണം മറ്റ് സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പരിശോധന പോലെയല്ല ഈ ക്ഷേത്രഭൂമിക്കകത്ത് നടത്തുന്ന പരിശോധന. അവിടെ നിന്നും തെളിവുകൾ കൃത്യമായി ലഭിച്ചാൽ അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാവും. ആ ഒരു രീതിയിലുള്ള ഒരു പരിശോധനയായിരിക്കും നടക്കുക. ഈ കുടുംബം നേരിട്ട് ഈ ഒരു ഇത്തരത്തിൽ ഭീഷണി നേരിട്ട അല്ലെങ്കിൽ ഭയപ്പാടോടുകൂടി അവിടെ നിന്നും ഇറങ്ങിപ്പോയ അതേ സ്ഥലമാണ് ഈ ബാഹുബലി ഹിൽസ് എന്ന് പറയുന്ന സ്ഥലം. അവിടെ ലോഡ്ജിൽ താമസിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ദുരനുഭവം. അതാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ്. ആർക്കും എവിടെയും താമസിക്കാനും എന്ത് ഭക്ഷണം കഴിക്കാനും ഇഷ്ടപ്പെട്ടെടുത്ത് പോകാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ നാട്ടിലാണ്, നമ്മുടെ രാജ്യത്താണ്, നമ്മുടെ തൊട്ടയൽപ്പക്കത്താണ് ഇത്തരം ഒരു സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഏറെ ഞെട്ടിച്ചത്. അതും വർഷങ്ങളായി അവിടെ നടക്കുന്നു. അത് വർഷങ്ങളായി നടന്നത് അവസാനിച്ചിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ ലൈവായി കണ്ടതാണ്. മാധ്യമപ്രവർത്തകരെ അടക്കം ഭീഷണിപ്പെടുത്തുന്ന ഡി ഗ്യാങ്ങിനെ കണ്ടതാണ്. മാധ്യമപ്രവർത്തകരെ ഉപദ്രവിച്ച ഡി ഗ്യാങ്ങിനെ കണ്ടതാണ്. അവരിപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. അതെ ഭവ്യ, അവര് 6 പേർ ഇത്തരത്തിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. ഈ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ അവരുടെ ഉപകരണങ്ങളും വാഹനങ്ങളും തകർത്ത കേസിൽ 6 പേർ കൂടി ഇന്നലെ അറസ്റ്റിലായിട്ടുണ്ട്. 7 പേരാണ് 50ഓളം പേർക്കെതിരെയാണ് ഇപ്പോൾ കണ്ടാലറിയാവുന്നവർ ഇതിൽ ശരി, എന്തായാലും വളരെ നിർണായകമായ വിവരമാണ് KV ബൈജു പുറത്തുവിടുന്നത്. ധർമ്മസ്ഥലയിൽ മലയാളി കുടുംബമടക്കം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി രഞ്ജുരാജാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുമുണ്ടായ ദുരനുഭവം നമ്മളോട് വെളിപ്പെടുത്തിയതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. വർഷങ്ങൾക്ക് മുൻപും ഇപ്പോഴും ഡി ഗ്യാങ് ധർമ്മസ്ഥലയിൽ ശക്തരാണ്. അവരിപ്പോഴും തലപൊക്കുന്നു. അവർ അഴിച്ചുവിടുന്ന അക്രമത്തിന്റെ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. KV ബൈജു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചു. നമ്മൾ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടക്കുന്നു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും ഉൾപ്പെടെ കുടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ തുറന്നടിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. സഹപ്രവർത്തകർ പിന്നിൽ നിന്ന് കുത്തുമെന്ന് കരുതിയില്ല. കീഴുദ്യോഗസ്ഥൻ എന്ന നിലയിൽ നേരിട്ട് ചോദ്യം ചെയ്യാവുന്നതായിരുന്നിട്ട് പോലും തനിക്കെതിരെ വാർത്താ സമ്മേളനം നടത്തിയത് ഞെട്ടിച്ചെന്നും ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചു. അതൊക്കെ വിഷമമുണ്ടാക്കി. അവര് കീഴുദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അവർക്ക് നേരിട്ട് ചോദ്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ വിശദീകരണം ചോദിച്ചതിന് ശേഷം മാത്രം അവർ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയായിരുന്നു. അവർക്ക് എന്നോട് എന്തു ആവശ്യപ്പെടാൻ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിപ്പിക്കാനോ എന്നെ ചോദ്യം ചെയ്യാനോ അവർക്ക് അധികാരമുള്ളവരാണ്. അവർക്ക് എന്നെ ചോദിച്ച് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം കാര്യങ്ങൾ റിപ്പോർട്ടുകൾ കൊടുത്താൽ മതിയായിരുന്നു. എൻ്റെ പ്രശ്നങ്ങൾ എന്നെപ്പോലെ മനസ്സിലാക്കേണ്ട എൻ്റെ അതേ ഉത്തരവാദിത്തങ്ങൾ ഉള്ളവർ തന്നെ എനിക്കല്ല ആ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തം. ആ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തം അത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. സ്ഥാപനത്തിന്റെ എല്ലാ മേലധികാരികൾക്കുള്ള ഉത്തരവാദിത്തങ്ങളാണത്. അപ്പോൾ ഞാനത്
പറയേണ്ടി വന്നതും അവർക്ക് വേണ്ടിയും കൂടാണ് പറഞ്ഞത്. പക്ഷെ അവരാ സെൻസിൽ എടുക്കാതെ അവരെ എന്നെ ശത്രുവായിട്ട് കാണുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത്. കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ ജയിലിൽ അയക്കാൻ ശ്രമിച്ചുവെന്നാണ് KGMCTA ഗ്രൂപ്പിൽ ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷം അദ്ദേഹം സന്ദേശം അയച്ചത്. ആ സന്ദേശത്തിന് പിന്നാലെയാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ തന്റെ വിഷമം തുറന്നു പറഞ്ഞത്. അതേസമയം മാനദണ്ഡങ്ങൾ മറികടന്ന് DME ഡോക്ടർ വിശ്വനാഥ് സ്ഥിരം നിയമനം നൽകാൻ നീക്കം നടത്തുകയാണ് എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തുവരുന്നു. ആരോഗ്യമന്ത്രിയാണ് ഇത്തരത്തിൽ സ്ഥിരം നിയമനം ഡോക്ടർ വിശ്വനാഥിന് നൽകാൻ നീക്കം നടത്തുന്നതെന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ഈ ആക്ഷേപവുമായി സേവ് യൂണിവേഴ്സിറ്റി ഫോറം രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും വളരെ തനിക്കുണ്ടായ വേദന അത് വളരെ കൃത്യമായി തുറന്നു പറയുകയാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ്. എന്തായാലും ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ഞാൻ തെറ്റുകാരനാണെങ്കിൽ എനിക്കെതിരെ അന്വേഷണം നടക്കട്ടെ, അതല്ല ഞാൻ സത്യസന്ധനാണെങ്കിൽ എന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞത് ഡോക്ടർ ഹാരിസ് ആണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ മുറിപ്പാട് അത് എത്രമാത്രം വലുതാണ് എന്ന് തുറന്നു പറയുകയാണ് ഈ സംഘടനയ്ക്ക് അയച്ച വാട്സപ്പ് മെസ്സേജിലൂടെ എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഇനി ഒരു തരത്തിലുള്ള ഒരു പ്രകോപനത്തിനും വിവാദങ്ങൾക്കുമൊന്നും താനില്ല, ഇനി ഞാൻ നിങ്ങളെ കാണില്ല എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് ചിറക്കൽ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയെത്തിയ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. പക്ഷേ 2 ദിവസങ്ങൾക്കിപ്പുറം അദ്ദേഹം ഉള്ളിൽ കൃത്യമായ നോവുണ്ട്, അത് ആരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്നൊക്കെ വ്യക്തമാക്കുന്ന തരത്തിൽ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ വൈകാരികമായ പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു. അതായത് താൻ കീഴുദ്യോഗസ്ഥനായിരുന്നിട്ടും തന്നോട് നേരിട്ടോ അല്ലെങ്കിൽ ഫോണിൽ കൂടിയോ ചോദിക്കാമായിരുന്ന വിശദീകരണം വാർത്താ സമ്മേളനം നടത്തി മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് എത്രമാത്രം അദ്ദേഹത്തെ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയെന്ന് വ്യക്തമാക്കിയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് രാവിലെ പ്രതികരിച്ചത്. അതോടൊപ്പം ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് DME വിശ്വനാഥിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരോക്ഷമായ പരാമർശങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് വേണം പറയാൻ. മന്ത്രിയുടെ അറിവോടെയാണോ ഇങ്ങനെയൊരു വാർത്താ സമ്മേളനം നടത്തിയത് എന്ന് അറിയില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ ഇത് കൃത്യമായി ചിലരെ അസ്വസ്ഥരാക്കേണ്ടതുണ്ട് എന്ന ബോധ്യത്തോടെ തന്നെയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിലാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ വിശ്വനാഥിനെ DMEയുടെ പൂർണ്ണ ചുമതല നൽകാനുള്ള ആരോഗ്യവകുപ്പിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വീണ ജോർജിന് വേണ്ടി ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മന്ത്രിയെയും ആരോഗ്യവകുപ്പിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂട്ടുനിന്നതിനുള്ള പ്രതിഫലമായി സീനിയോറിറ്റി പട്ടിക മറികടന്നുകൊണ്ട് ഡോക്ടർ വിശ്വനാഥിനെ DME തസ്തികയിൽ പൂർണ്ണ ചുമതല നൽകി നിയമിക്കാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ല എന്ന ഒരു സന്ദേശവുമായി സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ വാർത്താക്കുറിപ്പടക്കം പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിയമനവുമായി സർക്കാർ മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കും. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഡോക്ടർ ഹാരിസ് പറയുന്നുണ്ട് വളരെ വ്യക്തമായി, ചില വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി തന്റെ സഹപ്രവർത്തകർ തന്നെ ക്രൂശിച്ചുവെന്ന്. അതിനൊക്കെയുള്ള മറുപടി അല്ലെങ്കിൽ ആ വെള്ളി നാണയങ്ങൾ സ്വീകരിച്ചു കൊണ്ടാണ് DME ഡോക്ടർ വിശ്വനാഥിന് സ്ഥിരം നിയമനം നൽകാൻ നീക്കം നടത്തുന്നത് എന്നുള്ളൊരു ആരോപണം, എന്നൊരു മുന്നവെച്ചുള്ള ഒരു സംസാരം ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കണമോ? എന്ത് മനസ്സിലാക്കണം അദ്ദേഹം പറഞ്ഞതിൽ നിന്ന്? അതായത് അദ്ദേഹത്തെ സംശയനിഴലിൽ നിർത്താൻ, അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ഒരു ബോധപൂർവമായ നീക്കം അദ്ദേഹത്തിന്റെ തന്നെ മുൻ സഹപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ. കഴിഞ്ഞ ദിവസവും അതിനോട് ചേർത്ത് വെക്കാവുന്ന ചില സൂചനകൾ അദ്ദേഹം നൽകിയിരുന്നു. പക്ഷേ അത് ഇത്രമാത്രം പ്രവോക്കിംഗ് ആയിട്ടല്ല അന്ന് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ ഇന്ന് കൃത്യമായി ആരെയാണോ താൻ ലക്ഷ്യം വെക്കുന്നത്, തനിക്കെതിരായി നീക്കം നടത്തിയത് ആരാണ്, അവരെ തന്നെ വെള്ളി നാണയങ്ങളെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്ന് അദ്ദേഹം വീണ്ടും ഇത്തരത്തിൽ തുറന്നടിച്ചിരിക്കുന്നത്. അത് കൃത്യമായി ആരോഗ്യമന്ത്രിയെയും അതോടൊപ്പം DMEയെയും അതോടൊപ്പം മെഡിക്കൽ കോളേജിലെ മറ്റ് അധികൃതരെ, അതായത് അദ്ദേഹം പൊതുവായ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നു. അത് ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി ബോധപൂർവം ആക്രമിക്കാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഔദ്യോഗികമായി അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ഒരു ബോധപൂർവമായ ഇടപെടൽ ഉണ്ടായിയൊക്കെ എന്ന പരാമർശങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത് ഉണ്ടാക്കാൻ പോകുന്ന പൊല്ലാപ്പുകൾ ചെറുതായിരിക്കില്ല. കാരണം ഔദ്യോഗികമായി KGMCTA തന്നെ നടത്തിയ ചർച്ചയിൽ
ഇനി ഒരു പ്രകോപനപരമായ പരാമർശങ്ങളും ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ വകുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് ഡോക്ടർമാർക്കെതിരെയോ ഒന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിനെതിരെ മാധ്യമങ്ങളെ കണ്ടത് ചട്ടലംഘനമാണെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ വിഷയത്തിൽ മറ്റ് നടപടികളൊന്നും വേണ്ട, അത് പ്രാഥമികമായ അന്വേഷണത്തിൽ മാത്രം ഒതുക്കിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് അവർ തന്നെ എത്തുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷവും ഡോക്ടർ ഹാരിസ് ചിറക്കൽ സമാനമായ തരത്തിലുള്ള പ്രതികരണങ്ങൾ തുടരുമ്പോൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കുമോ സർക്കാർ, ആരോഗ്യവകുപ്പ് മറ്റെന്തെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമോ? അതിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. അതിനിടയിലാണ് ഈ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ ഈ പ്രതിഷേധം, അല്ലെങ്കിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ ഒറ്റപ്പെടുത്താൻ കൂട്ടുനിന്ന ഡോക്ടർ വിശ്വനാഥിനെ DME സ്ഥാനത്തേക്ക് സ്ഥിരം നിയമനം നൽകാനുള്ള നീക്കം ബോധപൂർവമായ നീക്കമാണ്. ഇത് പ്രത്യുപകാരമാണ്, മന്ത്രി വീണ ജോർജിനെ വഴിവിട്ട് സഹായിച്ചുള്ള പ്രത്യുപകാരമാണ് എന്ന തരത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന കുറിപ്പുമായി സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ പ്രതിഷേധവും കണക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു നീക്കം, സീനിയോറിറ്റി പട്ടികയിൽ 6ാം സ്ഥാനത്താണ് ഡോക്ടർ വിശ്വനാഥ് ഉള്ളത്. 1983 മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ അത് രൂപീകരിച്ചതിന് ശേഷം ഇതുവരെയും ഏറ്റവും സീനിയറായ പ്രിൻസിപ്പലിനെയാണ്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയാണ് DME തസ്തികയിലേക്ക് പൂർണ്ണ ചുമതല നൽകി നിയമിക്കുന്നത്. ആ മാനദണ്ഡങ്ങൾ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറം അടക്കം മുമ്പോട്ട് വെക്കുന്ന ആക്ഷേപം. ഈ വിഷയങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം ഹാരിസ് ചിറക്കൽ ഒരു പടി കടന്ന് ഇങ്ങനെയൊരു പ്രത്യാക്രമണത്തിന് തുടക്കമിട്ടിരിക്കുന്നത് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. അതാണ്, ജീവിതത്തിൽ ഇതുവരെ ഒരു തരത്തിൽ പോലും തന്റെ സഹപ്രവർത്തകരെ താൻ നോവിച്ചിട്ടില്ല. പക്ഷെ ആ സഹപ്രവർത്തകർ തന്നെ മനഃപൂർവ്വം ജയിലിൽ അയക്കാൻ ശ്രമിച്ചു. പ്രിൻസിപ്പളും സൂപ്രണ്ടും വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ ഏറെ ഞെട്ടിച്ചു തുടങ്ങി. തന്റെ മനസ്സിലുള്ള മുറിപ്പാടുകൾ, ഡോക്ടർ ഹാരിസിന്റെ മനസ്സിലുള്ള മുറിപ്പാടുകൾ എത്രമാത്രമുണ്ട് എന്ന് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള, പ്രേക്ഷകർക്കുമടക്കം അത് ബോധ്യമായിട്ടുണ്ടാകും, അത് ബോധ്യമാകുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് അദ്ദേഹം ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷം സംഘടനയുടെ ഗ്രൂപ്പിൽ അയച്ചത്. അതിനുശേഷമാണ് ഇന്ന് അദ്ദേഹം രാവിലെ മാധ്യമങ്ങളെ കണ്ടത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് നമുക്ക് അതിവേഗം കടക്കേണ്ടതുണ്ട്. അതിനു മുൻപ് എറണാകുളം കോതമംഗലത്ത് 23-കാരിയുടെ മരണത്തിൽ യുവാവിനും വീട്ടുകാർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി പെൺകുട്ടിയുടെ കുടുംബം. പറവൂർ സ്വദേശി റമീസും കുടുംബവും കല്യാണത്തിന് മതം മാറണമെന്ന് നിർബന്ധിച്ചുവെന്നാണ് ആരോപണം. കോതമംഗലം സ്വദേശിനി സോന എൽദോസാണ് ശനിയാഴ്ച ആത്മഹത്യ ചെയ്തത്. വീട്ടിൽ കൊണ്ടുപോയി സോനയെ മർദ്ദിച്ചുവെന്നും പെൺകുട്ടിയുടെ സഹോദരൻ ന്യൂസ് 18നോട് പറഞ്ഞു. മതം മാറ്റത്തിന് സംബന്ധിച്ച് തന്നോട് ക്രൂരത തുടർന്നെന്നും പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലും വ്യക്തമാക്കുന്നുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് ന്യൂസ് 18 ലഭിച്ചു. തിങ്കളാഴ്ച ആലുവ രജിസ്ട്രാർ ഓഫീസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് സെറ്റ് ചെയ്യാന്നും പറഞ്ഞു. ഇവൻ ഞായറാഴ്ച വൈകിട്ട് കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് എന്റെ പെങ്ങളെ വിളിച്ചുകൊണ്ട് പോയി. ചെന്ന് കഴിഞ്ഞിട്ട് ഇവന്റെ വീട്ടിൽ കുടുംബക്കാര്, ഇവന്റെ കൂട്ടുകാരന്മാര് എല്ലാരും ഉണ്ടായിരുന്നു. ഇവര് എന്റെ മറ്റേ റൂമിൽ പൂട്ടിയിട്ട് ഇവളെ ക്രൂരായി മർദ്ദിച്ചു. അത് കഴിഞ്ഞിട്ട് മാനസികമായിട്ടും പീഡിപ്പിച്ചു. ഇവരവിടെ പ്രഷർ കൊടുത്തതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊന്നാനിക്ക് പോകാൻ വണ്ടി റെഡിയാക്കിക്കോ, നീ വണ്ടി കയറി മതി, 2 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നിന്റെ വീട്ടുകാരുടെ അടുത്ത് ഞങ്ങൾ പറയും, അല്ലാതെ നിന്നെ ഈ റൂമിൽ നിന്ന് തുറന്നു വിടില്ല എന്നും പറഞ്ഞാണ് അടിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവള് പറ്റില്ല, മതം മാറാൻ പറ്റില്ല, ഇവന് എന്നോട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു, ഞാൻ ഇതിന് മാറണേ, എന്റെ വീട്ടിലാക്കാൻ പറഞ്ഞ് ലാസ്റ്റ് ഇവരൊരു 2 മണിയൊക്കെ ആയപ്പോ വീട്ടിൽ വന്നു. അപ്പൊ ഇവളിതൊന്നും വീട്ടിൽ വന്നിട്ടും പറയല്ല, കൂട്ടുകാരുടെ അടുത്തൊന്നും വന്നു എന്നല്ല പറയണേ. മതം മാറാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധിച്ചു എന്നും പറഞ്ഞ് അവള് സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിട്ടാണ് അവൾ മരിച്ചത്. ഈ മരണപ്പെട്ട സോന എന്ന ആത്മഹത്യ ചെയ്ത സോന എന്ന പെൺകുട്ടിയുടെ സഹോദരൻ ഞങ്ങളുടെ റിപ്പോർട്ടർ നവമി ദിനേശുമായി സംസാരിച്ച ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. നവമി തന്നെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. നവമി, ഗുഡ് മോർണിംഗ്. ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഒരു പെൺകുട്ടി, 23 വയസ്സുള്ള പെൺകുട്ടിയാണ്. അവൾ ഒരാളെ പ്രണയിക്കുന്നു, അതിനുശേഷം അദ്ദേഹത്തിനൊപ്പം ജീവിക്കാൻ വേണ്ടി മതം മാറാൻ താൻ തയ്യാറാണെന്ന് പറയുന്നു. പിന്നെ ഇയാളുടെ ചില ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നു, മതം മാറാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ ഒടുവിൽ ഇതാ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എങ്കിൽ പോലും ആ പെൺകുട്ടി ഇപ്പോൾ ജീവനോടെയില്ല. അത്രമാത്രം വേദനിപ്പിക്കുന്ന സംഭവം. വിശദാംശങ്ങൾ. ഭവ്യ, ഗുഡ് മോർണിംഗ്. ഈ സോനയുടെ കുടുംബം ഇപ്പോൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്.
കോതമംഗലം പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. പോലീസ് എന്തായാലും അസ്വാഭാവിക മരണത്തിന് കേസ് എടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ ഈ ആത്മഹത്യാ കുറിപ്പിന്റെ കണ്ടെത്തിയ സാഹചര്യത്തിൽ യുവാവിനെതിരെ കേസ് എടുക്കുമെന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി ഈ സോനയുടെ മരണത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഉച്ചയ്ക്ക് സോന വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ ഈ ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തി. ഈ കുറിപ്പിൽ പറയുന്നത് പ്രകാരം താൻ വളരെ അധികം വർഷങ്ങളായി ഈ റമീസുമായി പ്രണയത്തിലായിരുന്നു. പിന്നീട് മതം മാറണമെന്ന് റമീസിന്റെയും കുടുംബം ആവശ്യപ്പെട്ടു. താൻ മതം മാറാൻ സമ്മതമാണ്. തന്റെ കുടുംബത്തിനും അത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ 2 മാസമായതേ ഉള്ളൂ തന്റെ അച്ഛൻ മരിച്ചിട്ട്. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് മാത്രമേ തനിക്ക് വിവാഹത്തിൽ സമ്മതമുള്ളൂ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാമെന്ന ഒരു രീതിയിലേക്ക് കുടുംബവും സോനയും നിലപാടെടുത്തു. അതിനിടയിൽ തന്നെ ഈ റമീസിനെ ഒരു അനാശാസ്യ പ്രവർത്തനത്തിന് പിടികൂടുന്ന സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് സോന പറഞ്ഞു, ഇനി താൻ മതം മാറില്ല, പകരം നമുക്കൊരു രജിസ്റ്റർ മാരേജ് ചെയ്ത് ജീവിക്കാം എന്ന ഒരു കാര്യം സോന മുന്നോട്ട് വെച്ചു. പക്ഷെ അതിന് റമീസിനോ കുടുംബത്തിനോ സമ്മതമായിരുന്നില്ല. ഈ നിരന്തരം താൻ മതം മാറിയാൽ മാത്രമേ വിവാഹം കഴിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നിരന്തരം സോനയെ മാനസികമായി സമ്മർദ്ദം ചെലുത്തി. പിന്നീട് സോനയോട് പറഞ്ഞു, എന്നാൽ ശരി, രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞായറാഴ്ച റമീസിന്റെ പറവൂറുള്ള വീട്ടിലേക്ക് സോനയെ വിളിച്ചു വരുത്തുന്നു. വീട്ടിൽ മുറിയിൽ വെച്ച് സോനയെ അതിക്രൂരമായി റമീസ് മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്ത് റമീസിന്റെ മാതാപിതാക്കളും ഒപ്പമുണ്ടായിരുന്നു. മതം മാറിയാൽ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റൂ എന്ന ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു റമീസും കുടുംബവും ഉള്ളത്. ഉടനെ തന്നെ വാഹനത്തിൽ പൊന്നാനിയിലേക്ക് കൊണ്ടുപോയി അവിടെ 2 മാസത്തെ മതപഠനം, അതിനുശേഷം മതം മാറി പിന്നീട് കല്യാണം നടത്താം എന്ന് ആവർത്തിച്ച് റമീസ് പറയുന്നു. പക്ഷേ തനിക്കിപ്പോൾ അതിന് സമ്മതമല്ല, തന്റെ കുടുംബത്തെ ഇത് അറിയിക്കണം, തനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയുമ്പോഴൊക്കെ ഇല്ല, ഇനി നിന്നെ പൊന്നാനിയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്, വീട്ടിലേക്ക് തൽക്കാലം നീ പോകേണ്ടതില്ല എന്ന വാശിയിൽ റമീസും തുടരുകയും ചെയ്തു. പിന്നീട് കുട്ടി കരഞ്ഞ് വലിയ പ്രശ്നമായതിനെ തുടർന്ന് വീട്ടിലേക്ക് പോകുന്ന സാഹചര്യമായി. ഇതിനിടയിൽ കുട്ടി തന്റെ പെൺസുഹൃത്തിനോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം വളരെ മാനസികമായി വിഷമത്തിലായിരുന്നു സോന എന്ന ഈ പെൺകുട്ടിയും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പിന്നീട് ശനിയാഴ്ച ഉച്ചയോടുകൂടിയാണ് സോനയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പക്ഷെ ഇക്കാര്യങ്ങളൊന്നും തന്നെ സോന തന്റെ കുടുംബത്തെ അറിയിച്ചിരുന്നില്ല. സഹോദരൻ ഉൾപ്പെടെ അതാണ് പറയുന്നത്. തങ്ങളോട് ഇത് സംസാരിച്ചിരുന്നുവെങ്കിൽ സോനയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരില്ലായിരുന്നു. മാനസികമായും ആ കുട്ടി വളരെ വേദനിച്ചിരുന്നു. പ്രത്യേകിച്ച് കല്യാണം ഉറപ്പിച്ചതാണ്, റമീസിനെ അത്രമാത്രം ഇഷ്ടമായിരുന്നു. പക്ഷേ റമീസിന്റെ തിരിച്ചുള്ള നിലപാട് അത് സ്നേഹമായിരുന്നില്ല, തന്നെ വഞ്ചിക്കുന്ന ഒരു രീതിയിലേക്കാണ് റമീസ് കടന്നതെന്ന് തന്നെയാണ് സോന വിചാരിച്ചിരുന്നത്. റമീസിന്റെ ഈ സോനയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളിലും ഇത് തെളിവുണ്ടെന്ന് സോനയുടെ സഹോദരനും പറയുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഒരു നിർബന്ധിത മതപരിവർത്തനം തന്നെയാണ് ഈ പെൺകുട്ടിയെ റമീസിന്റെ കുടുംബം ശ്രമിച്ചത് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ തന്നെയാണ് കുടുംബവും ആരോപിക്കുന്നതും ഈ സോനയുടെ ആത്മഹത്യാ കുറിപ്പിലുമുള്ളത്. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം കേസെടുത്തത്. എന്തായാലും ഈ ആത്മഹത്യാ കുറിപ്പടക്കം കിട്ടിയ സാഹചര്യത്തിൽ യുവാവിനെതിരെ കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. കുടുംബവും വലിയ മാനസിക വിഷമത്തിൽ തന്നെയാണ് മകളുടെ വിയോഗത്തിൽ. ഒപ്പം ആത്മഹത്യാ കുറിപ്പ്, ഇവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ, ഓഡിയോ റെക്കോർഡുകൾ ഇതെല്ലാം തന്നെ കുടുംബത്തെ കൈവശം തെളിവായി തന്നെ ഉണ്ട്. ഭവ്യ. ശരി, നവമിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പെൺകുട്ടികളെ, ആത്മഹത്യ അത് ഒന്നിനും ഒരു പരിഹാരമല്ല. ഒരു നിമിഷം നമ്മൾ മുന്നോട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മുൻപിൽ തുറന്നുള്ളത് വിശാലമായ ലോകമാണ്, സന്തോഷമുള്ള ജീവിതമാണത്. നശിപ്പിക്കരുത്. നമ്മൾ പോരാടുക തന്നെ വേണം. ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്, അത് തേടുക. തോറ്റുകൊടുക്കാൻ തയ്യാറാവാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. എന്തായാലും അത്രമാത്രം ദാരുണമായൊരു സംഭവമായി പോയി. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. സംവരണം നേടാൻ ജാതി മാറ്റം. സംവരണാനുകൂല്യങ്ങൾ നേടിയെടുക്കാനായി നടക്കുന്ന ജാതിമാറ്റ തട്ടിപ്പിൽ സർക്കാർ അന്വേഷണം നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. സർക്കാർ ജോലിയും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുമൊക്കെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നേടിയെടുക്കുന്നവരെ നിയമനത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നാണ് ആവശ്യം. നിയമത്തിലെ പഴുതുകൾ ദുരുപയോഗം ചെയ്ത് നിരവധി പേർ ലത്തീൻ കത്തോലിക്ക സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുന്നത് ന്യൂസ് 18 തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്നിരുന്നു.
സംവരണാനുകൂല്യം കുറവുള്ള ജാതികളിലുള്ളവരാണ് ലത്തീൻ സമുദായ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുന്നവരിലേറെയും ക്രീമി ലെയർ ബാധകമല്ലെന്നതും ഇത്തരത്തിലുള്ള ജാതിമാറ്റത്തിന് കാരണമാണ്. നാടാർ, ഈഴവ, പരിവർത്തിത ക്രൈസ്തവർ, SIUC, RC തുടങ്ങിയ വിഭാഗങ്ങളിലുള്ളവരൊക്കെ ലത്തീൻ വിഭാഗത്തിലേക്ക് മാറിയിട്ടുള്ളതായി ന്യൂസ് 18 അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. മറ്റു ജാതികളിലുള്ളവർ സംവരണം തട്ടിയെടുക്കുമ്പോൾ ദുരിതത്തിലാകുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽപ്പെട്ടവരാണ്. നെയ്യാറ്റിൻകര രൂപതയ്ക്ക് കീഴിലാണ് ഏറ്റവും അധികം പേർ അനധികൃതമായി ലത്തീൻ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരത്തിന്റെ മറ്റു മേഖലകളിലും കൊല്ലം ജില്ലയിലുമൊക്കെ സമാനമായ സ്ഥിതിയുണ്ട്. പുനലൂർ രൂപതയുടെ പരിധിയിൽ പരിവർത്തിത ക്രൈസ്തവരായ നിരവധി പേരടക്കം മറ്റു ജാതികളിലുള്ളവർ ലത്തീൻ സമുദായത്തിലെത്തി. ബിഷപ്പ് ഹൗസിൽ നിന്ന് നൽകുന്ന സർട്ടിഫിക്കറ്റ് റവന്യൂ അധികൃതർക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് സഹായരേഖയായി പരിഗണിക്കാമെന്ന സർക്കാർ ഉത്തരവാണ് വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് വിവിധ സംഘടനകളുടെ ആവശ്യം. ഇതൊക്കെ അന്വേഷണം വരും. ഇന്നല്ലെങ്കിൽ നാളെ അന്ന് ഇങ്ങനെ ജോലി വാങ്ങിച്ചവരുടെ ജോലികൾ പോകും. ഒരു ചെറിയ സർവേ നടത്തട്ടെ. ഇതേ തന്നെ പരസ്യമായിട്ട് അച്ഛന്മാർ പറയുന്നില്ല, ഒരച്ഛനെ പറഞ്ഞുള്ളൂ. അവരിടയിൽ ഒരു സർവേ നടത്തട്ടെ, ഇത് ക്രൂരകൃത്യമാണ്, തെറ്റ് എന്ന്. വിഷയത്തിൽ രൂപതാ നേതൃത്വങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിൽ സമുദായത്തിലുള്ളവർക്ക് തന്നെ ശക്തമായ എതിർപ്പുണ്ട്. കേരള നിയമസഭ ഒരു ചോദ്യം ചോദിക്കുകയായിരുന്നു. അത് പ്രത്യേകിച്ച് ക്രിത്താട്സ് വഴിയാണ് അവർ ചോദിച്ചത്. അതിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ആരാണ് ലത്തീൻ കത്തോലിക്കർ? അപ്പോൾ ലത്തീൻ കത്തോലിക്കർ എന്ന ചോദ്യം അവർ കൊടുത്ത മറുപടി വളരെ കൃത്യമാണ്. 1947 മുമ്പ് പരമ്പരാഗത മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന വിഭാഗത്തിൽ നിന്നും മതപരിവർത്തനം നടത്തിയവരും അവരുടെ പിൻതലമുറക്കാരുമാണ് ലത്തീൻ കത്തോലിക്കരായി അറിയപ്പെടുന്നത്. അതിൽ വളരെ കൃത്യമായി സ്പഷ്ടമായി പറഞ്ഞിട്ടുള്ളതാണ് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന വിഭാഗത്തിൽ നിന്നും. സഭാവിശ്വാസികൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാനായി നിയമപരമായാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നതെന്നാണ് രൂപതയുമായി ബന്ധപ്പെട്ടവരുടെ വാദം. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ആ വിഭാഗത്തിലുള്ളവർ മാത്രമല്ല നിലവിലെ സാഹചര്യങ്ങൾ പ്രകാരം ലാറ്റിൻ കാത്തലിക്കായിട്ടുള്ളത്. എല്ലാ ആളുകളും പല വിഭാഗങ്ങളിൽ വന്നവരുണ്ട്. ആ വന്നവരിൽപ്പെട്ട ആളുകളെ ഏകോപിപ്പിച്ച് ലാറ്റിൻ കാത്തലിക് എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നാണ് ജിയോയിലുള്ളത്. ആ ജിയോ ആരും ഇതുവരെ ചലഞ്ച് ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോഴല്ലേ ഇത്തരം ചർച്ച വന്നത്. അർഹതപ്പെട്ടവർക്ക് സംവരണാനുകൂല്യം ലഭിക്കാനായി സാക്ഷ്യപത്രം നൽകുന്നതിൽ തെറ്റില്ല. എന്നാൽ അർഹതയില്ലാത്തവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അത് ജാതിമാറ്റത്തിനും ചിലപ്പോഴൊക്കെ മതം മാറ്റത്തിനും വരെ വഴിയൊരുക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം ബന്ധപ്പെട്ടവർ കാണാതിരുന്നുകൂടാ. പ്രദീപ് സി നിറമൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ലത്തീൻ കത്തോലിക്ക ജാതി സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അവകാശം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമായി വിട്ടു നൽകില്ലെന്ന് നെയ്യാറ്റിൻകര രൂപത. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണോ എന്ന് പറയാനുള്ള അവകാശം ബിഷപ്പിനാണെന്ന് മോൺസിയർ ജി ക്രിസ്തുദാസ് പറഞ്ഞു. അത് വില്ലേജ് ഓഫീസർക്കോ മറ്റു ഉദ്യോഗസ്ഥർക്കോ തീരെഴുതി കൊടുക്കില്ല. ലത്തീൻ കത്തോലിക്കർക്കുള്ള സംഭരണം സമുദായത്തിലെ എല്ലാവർക്കും അർഹതപ്പെട്ടതാണെന്നും മോൺസിയർ ക്രിസ്തുദാസ് വ്യക്തമാക്കി. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലാണ് ജാതിമാറ്റ വിവാദത്തിൽ സഭയുടെ നിലപാട് രൂപത മുൻ വികാരി ജനറൽ വ്യക്തമാക്കിയത്. ഇടവകയെന്ന് പിന്നെ ലെറ്റർ കൊണ്ടുവരുമ്പോഴും അത് ലാറ്റിൻ കാത്തലിക്കാണ്. ഇയാള് ഞാൻ ക്രിസ്തുദാസ്, ഞാൻ ലാറ്റിൻ കാത്തലിക്കാന്ന് പറയാനുള്ള അവകാശം ബിഷപ്പിനാണ്. അല്ലാതെ പിന്നെ വില്ലേജ് ഓഫീസർക്കോ രാഷ്ട്രീയക്കാർക്കോ ഇന്നിവിടെ VSPക്കോ മറ്റ് ആൾക്കാർക്കോ ഒന്നും വേറെ കൊടുത്തിട്ടൊന്നുമില്ല. ആർക്കും കൊടുത്തിട്ടില്ല, കൊടുക്കുകയില്ല, കൊടുക്കാൻ പോകുന്നുമില്ല. ഇത് നോക്കി മാത്രമേ ഒരു വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് കൊടുക്കാവൂ. അതില് ഇങ്ങനെ വ്യാജമായിട്ട് ഇങ്ങനെ പിന്നെ ഈ നാടാർ സമുദായത്തിലുള്ളവരെ ഈഴവ സമുദായം അങ്ങോട്ട് ചേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അത് വ്യാജമായിട്ട് അത് രാഷ്ട്രീയം ഓരെടുക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ പിന്നെ വലിയൊരു ഭാഗം പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടില്ല. അത് പിന്നെ സാധാരണ ഉള്ള ഇതിന് മാത്രമേ നേരത്തെ രൂപത്തിൽ അങ്ങനെ പിന്നെ ഒരു വിഭാഗം ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ വലിയൊരു വിഭാഗം കൊണ്ട് പരിവർത്തനം ചെയ്തിട്ടൊന്നുമില്ല. വിവാദ സർക്കുലറുമായി ഗവർണർ ആഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആചരിക്കാൻ VC-മാർക്ക് നിർദ്ദേശം. വിഷയത്തിൽ സെമിനാറുകൾ സംഘടിപ്പിക്കാനും വിഭജനത്തിന്റെ ഭീകരത തുറന്നു കാട്ടുന്ന നാടകങ്ങൾ സംഘടിപ്പിക്കാനും നിർദ്ദേശം. സർവകലാശാലകളോട് ആക്ഷൻ പ്ലാൻ നൽകാൻ ചാൻസലർ നിർദ്ദേശിച്ചു. VV അരുൺ വിവരങ്ങളുമായി ചേർന്നു. അരുൺ, ഒരു വിവാദ സർക്കുലർ ആണെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു വിചിത്രമായ തീരുമാനമാണോ ഇത് ഗവർണറുടെ ഭാഗത്തു നിന്ന് വന്നത്? എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? കേന്ദ്ര സർക്കാർ നിർദ്ദേശം നടപ്പാക്കുന്നുവെന്നാണ് രാജ്ഭവൻ വ്യക്തമാക്കുന്നത്. 2021 രാജ്യത്ത് ഇത്തരത്തിൽ വിഭജന ഭീതി ദിനമായി ഓഗസ്റ്റ് 14 ആചരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അപ്പുറത്തേക്ക് ഇതിൽ മറ്റൊന്നുമില്ല എന്ന നിലപാടാണ് രാജ്ഭവൻ വിശദീകരിക്കുന്നത്. കേന്ദ്രം നേരത്തെ നിർദ്ദേശിച്ചതാണ്, പക്ഷെ സംസ്ഥാനത്ത് അത് തുടങ്ങിയിരുന്നില്ല. 2021 ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം, അതുമായി ബന്ധപ്പെട്ട ആവശ്യം നരേന്ദ്രമോദി പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചത്. അന്ന് മുതൽ ഈ ഓഗസ്റ്റ് 14 അത്തരത്തിൽ ആചരിക്കണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. പക്ഷേ സംസ്ഥാനത്ത് ഇതുവരെയും അത്തരത്തിലുള്ള
ഓഗസ്റ്റ് 14 ആചരണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓർമ്മ ദിവസം പുതുക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് വേണമെന്ന നിർദ്ദേശമാണ് സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർ ഇപ്പോൾ സർവകലാശാല VC-മാർക്ക് നൽകിയിരിക്കുന്നത്. തനിക്ക് ഇത്തരം നിർദ്ദേശമുണ്ട്. ഐ ആം ഡയറക്റ്റഡ് ടു ഇൻഫോം ദാറ്റ് August 14 has been declared as Partition Horror Day എന്ന അദ്ദേഹത്തിന് നിർദ്ദേശം കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലകളെ അറിയിക്കുന്നു എന്നാണ് ഈ സർക്കുലറിൽ പറയുന്നത്. എല്ലാ VC-മാർക്കും ഇത് കൈമാറിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനമാണ് VC-മാർ എടുക്കുന്നതെന്നാണ് അറിയേണ്ടത്. ഇത് തീർച്ചയായും നേരത്തെയൊക്കെ സർവകലാശാലകളിൽ ഗവർണർമാർ നിൽക്കുന്ന വിവാദവും തർക്കങ്ങളുമുണ്ട്. സംഘപരിവാർ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന വിമർശനമുണ്ട്. ആ രീതിയിൽ തന്നെയാകും ഇത് സർവകലാശാലകളുടെ ഭരണസമിതികളൊക്കെ കാണാൻ പോകുന്നത്. കാരണം VC-മാർ പലരും ഇപ്പോൾ ഗവർണർ നിലപാടൊപ്പമാണെങ്കിലും സിൻഡിക്കേറ്റുകളും സെനറ്റും ഒക്കെ ഒന്നുകിൽ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ UDF-ന് മേൽക്കൈയുള്ള അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള സിൻഡിക്കേറ്റ് സെനറ്റുമാണ് സർവകലാശാലയുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എതിർക്കപ്പെടാൻ തന്നെയാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഇതുവരെയും വന്നിട്ടില്ല. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ആഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള ഗവർണറുടെ നിർദ്ദേശത്തിനെതിരെ മന്ത്രി V ശിവൻകുട്ടി രംഗത്ത്. വിഭജന ഭീതി ദിനം എന്ന് ആദ്യമായി കേൾക്കുകയാണ്. ഏതെങ്കിലും ദിനം ആചരിക്കാൻ നിർദ്ദേശിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും മന്ത്രി. അധിക്ഷേപ പോസ്റ്റുകളെല്ലാം പിൻവലിച്ച് നടൻ വിനായകൻ. ഫേസ്ബുക്കിൽ നാളിതുവരെ പോസ്റ്റ് ചെയ്ത അധിക്ഷേപ പോസ്റ്റുകളെല്ലാമാണ് പിൻവലിച്ചത്. നേരത്തെ വിനായകനെ ബഹിഷ്കരിക്കുമെന്ന് മലയാളം പിന്നണി ഗായകരുടെ സംഘടന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പോസ്റ്റുകൾ നീക്കം ചെയ്തത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിർമ്മാതാവ് സാന്ദ്ര തോമസ് നൽകിയ ഹർജികൾ ഇന്ന് എറണാകുളം ജില്ലാ സബ് കോടതി പരിഗണിക്കും. ബൈലോയ്ക്ക് വിരുദ്ധമായി തെരഞ്ഞെടുപ്പിൽ വരണാധികാരിയെ നിയമിച്ചതിനെതിരെയും തന്റെ പത്രിക തള്ളിയതിനെതിരെയുമാണ് സാന്ദ്രയുടെ ഹർജികൾ. വരണാധികാരിയെ നിയമിച്ചതിനെതിരായ ഹർജികൾ കഴിഞ്ഞ വ്യാഴാഴ്ച 3 മണിക്കൂറോളം ഇതിൽ വാദം നടന്നിരുന്നു. തെരഞ്ഞെടുപ്പ് പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ട ഹർജി വരണാധികാരിയുടെ വിശദീകരണം കേൾക്കാനായി ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് വാദത്തിനൊടുവിൽ തനിക്ക് അനുകൂലമായ ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സാന്ദ്ര തോമസ്. രാവിലെ 11:30 ശേഷമായിരിക്കും സാന്ദ്രയുടെ 2 ഹർജികളും പരിഗണിക്കുക. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപണത്തിൽ പ്രതിഷേധവുമായി ഇന്ത്യ സഖ്യം. 300 MP-മാരെ പങ്കെടുപ്പിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ന് വൻ പ്രതിഷേധം നടക്കും. പാർലമെന്റിൽ നിന്ന് രാവിലെ 11:30 ആരംഭിക്കുന്ന മാർച്ചിന് രാഹുൽ ഗാന്ധിയാണ് നേതൃത്വം നൽകുക. ER രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപണത്തിൽ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ തെരുവിൽ പ്രതിഷേധിക്കും ഇന്ത്യ സഖ്യം, അല്ലേ? അതിഭവ്യ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യ സഖ്യം. കാരണം പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചത് മുതൽ വലിയ പ്രതിഷേധം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. കാരണം ഈ സമ്മേളനത്തിന് തുടക്കം മുതൽ തന്നെ ഏതൊക്കെ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് തീരുമാനം ഇന്ത്യ സഖ്യം കൈക്കൊണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണമായിരുന്നു മുഖ്യ വിഷയമായി പ്രതിപക്ഷം ഉന്നയിച്ചത്. ഇപ്പോൾ സഭാ സമ്മേളനം തുടങ്ങി 3 ആഴ്ച പിന്നിടുകയാണ്. ഈ 3 ആഴ്ചയും ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം ഇന്ത്യ സഖ്യം നടത്തി. പ്രത്യേകിച്ച് SIR റദ്ദാക്കണമെന്ന ആവശ്യമാണ്, ആ നടപടികൾ അവസാനിപ്പിക്കണം എന്ന ആവശ്യമാണ് ഇന്ത്യ സഖ്യം ഉന്നയിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി തെളിവുകൾ നിരത്തിക്കൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയത്. ഏതായാലും ആ വിഷയവും വരും ദിവസങ്ങളിൽ സജീവമായി ഏറ്റെടുക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഉള്ളത്. ഇന്നേതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് നടത്തുകയാണ് ഇന്ത്യ സഖ്യം. ഇത് നേരത്തെ തീരുമാനിച്ച മാർച്ചാണ്. 8-ാം തീയതിയാണ് ഈ മാർച്ച് നിശ്ചയിച്ചിരുന്നത്. അന്ന് ഷിബു സോറന്റെ നിര്യാണത്തെ തുടർന്ന് അത് മാറ്റിവെക്കുകയായിരുന്നു. ഇന്നേതായാലും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് പുറമെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ക്രമക്കേട് ആരോപണം അടക്കമുള്ള വിഷയങ്ങളിൽ വിശദമായ അന്വേഷണം വേണം. ഡിജിറ്റൽ വോട്ടർ പട്ടിക പുറത്തുവിടാൻ തയ്യാറാകണം കമ്മീഷൻ എന്ന ആവശ്യമാണ് ഇന്ത്യ സഖ്യം ഉന്നയിക്കുന്നത്. ഏതായാലും 11:30 ഈ മാർച്ച് പാർലമെന്റിൽ നിന്ന് ആരംഭിക്കുക. 2 കിലോമീറ്റർ ദൂരം ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഉണ്ട്. പക്ഷേ ഈ മാർച്ച് തടയാനാണ് സാധ്യത. ഡൽഹി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ മാർച്ചിന് ഇതുവരെ അനുമതി തേടിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല അതീവ സുരക്ഷാ മേഖല എന്നുള്ള കാര്യമൊക്കെ കണക്കെടുത്തുകൊണ്ട് തന്നെ വിജയ് ചൗക്കിൽ ഒരുപക്ഷെ ഈ മാർച്ച് തടഞ്ഞേക്കും. അങ്ങനെയെങ്കിൽ അത് വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. മറുവശത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അന്ന് ഈ പ്രസന്റേഷൻ നടത്തിക്കൊണ്ട് ചില പേരുകൾ ഉന്നയിച്ചിരുന്നു. ഇരട്ട വോട്ടുകൾ അടക്കമുള്ള ആളുകളുടെയൊക്കെ തന്നെ പേരുകൾ പറഞ്ഞിരുന്നു. അതിൽ തന്നെ ശകുൻ റാണിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ആരോപണത്തിലാണിപ്പോൾ
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്ന കാര്യം ശകുൻ റാണി 2 തവണ വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് അവരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനും രാഹുൽ ഗാന്ധി മറുപടി നൽകണം, തെളിവ് നൽകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഏതായാലും കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും എന്തായാലും വോട്ട് ചോരി എന്ന ആരോപണം അടക്കം ശക്തമാക്കി പ്രതിപക്ഷം രംഗത്തിറങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രാഹുൽ ഗാന്ധി ചോദിച്ച 5 ചോദ്യങ്ങൾക്ക് ഇതുവരെയും ഉത്തരം ലഭിച്ചിട്ടില്ല. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കും. എന്തായാലും വലിയ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുകയാണെന്ന് ഇന്ത്യ സഖ്യം. ആ സമയത്ത് നമുക്ക് ആ വാർത്തയിലേക്ക് തിരിച്ചെത്താം. ER രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂരിലെ BJP വിജയം ക്രമക്കേട് കൊണ്ട് നേടിയതാണെന്ന ആരോപണം ശക്തമാക്കി കോൺഗ്രസ്. 2019 വോട്ടർ പട്ടികയിൽ 62,318 വോട്ടിന്റെ വർധന മാത്രമാണ് തൃശൂരിൽ ഉണ്ടായത്. എന്നാൽ 2024 അതൊരു 1,46,656 ഇതിൽ അസ്വാഭാവികതയുണ്ട്. തൃശൂർ മണ്ഡലത്തിൽ ജനസംഖ്യയിൽ കുത്തനെ വർധനവുണ്ടായിട്ടില്ല. എറണാകുളമോ കോഴിക്കോടോ തിരുവനന്തപുരമോ പോലെ ജോലിക്കായി കൂടുതൽ ആളുകൾ കുടിയേറുന്ന സ്ഥലവുമല്ല തൃശൂർ. വോട്ടെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒഴിഞ്ഞ വീടുകളുടെയും ഫ്ളാറ്റുകളുടെയും വിലാസം ഉപയോഗിച്ച് BJP വലിയ തോതിൽ പേരുകൾ ചേർത്ത് കൃത്രിമമായി നേടിയതാണ് ഈ വിജയം. ഇത് തന്നെയാണ് ബംഗളൂരുവിൽ കണ്ടതെന്നും KPCCയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. ഗാസ സിറ്റിയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ 5 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. അൽ ജസീറയുടെ പലസ്തീനിലെ 2 റിപ്പോർട്ടർമാരും 3 ക്യാമറാമാൻമാരുമാണ് കൊല്ലപ്പെട്ടത്. മരിച്ചവരിൽ പ്രമുഖ റിപ്പോർട്ടറായ അനസ് അൽ ഷെരീഫും ഉൾപ്പെടുന്നു. എന്നാൽ ഇയാൾ ഹമാസ് പ്രവർത്തകനാണെന്നാണ് ഇസ്രായേൽ ആരോപണം. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുന്നു. അജയ്, മാധ്യമപ്രവർത്തകർക്ക് പോലും രക്ഷയില്ലാത്ത സാഹചര്യം, ഹമാസ് പ്രവർത്തകനെന്നുള്ള ആരോപണമാണ് ഇസ്രായേൽ ഉന്നയിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, ഗാസ മുനമ്പിൽ നിന്ന് നിരന്തരം ഇസ്രായേൽ ആക്രമണത്തിൻ്റെ വിവരങ്ങൾ തത്സമയം പുറം ലോകത്തെ അറിയിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടറാണ് ഇപ്പോൾ നിലവിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേൽ ഇത് ഹമാസ് പ്രവർത്തകൻ എന്ന് ആരോപിച്ചാണ് അനാസ് അൽ ഷെരീഫിനെ കൊലപ്പെടുത്തിയത്. ഇത് അൽസിഫ ആശുപത്രിക്ക് മുമ്പിലെ ഈ അൽ ജസീറയുടെ ടെൻറ്റിന് നേരെയായിരുന്നു ആക്രമണം എന്ന് പറയുന്നത്. 2 മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ 3 ക്യാമറാമാൻമാരും ഈ ടെൻറ്റിനകത്ത് ഉണ്ടായിരുന്നു. ഇവർ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തി ടെന്റിൽ വിശ്രമിക്കുന്ന സമയത്തായിരുന്നു ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം. ഈ കൊല്ലപ്പെട്ടിട്ടുള്ള ഈ മാധ്യമപ്രവർത്തകൻ ഹമാസിന്റെ ഒരു പ്രവർത്തകനാണ്. ഹമാസിന് വേണ്ടിയിട്ട് ഹമാസിന്റെ ഒരു സെല്ല് നിയന്ത്രിച്ചിരുന്നത് ഇയാളാണ് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽ നടത്തിയിട്ടുള്ള മിസൈൽ ആക്രമണങ്ങളിലും അതുപോലെ തന്നെ ഇസ്രായേൽ സൈനികർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളിലും ഇയാൾ പങ്കുവഹിച്ചിരുന്നതായിട്ടും ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട്. അനാസ് അൽ ഷെരീഫിനൊപ്പം അദ്ദേഹത്തിന്റെ ഒരു സഹമാധ്യമപ്രവർത്തകനായ മുഹമ്മദ് ഖ്രീഖയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. മറ്റ് ഇവരുടെ സഹപ്രവർത്തകരായിട്ടുള്ള 3 ക്യാമറാമാൻമാരുമാണ് വധിക്കപ്പെട്ടത്. ഇവർ 5 പേരും അൽ ജസീറയുടെ മാധ്യമപ്രവർത്തകരാണ്. വിഷയത്തെ അപലപിച്ചുകൊണ്ട് പാലസ്തീനിലുള്ള UN പ്രതിനിധിയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള മറ്റ് മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട്. വെറും 28 വയസ്സ് മാത്രമുള്ള ആളാണ് കൊല്ലപ്പെട്ട അനാസ് അൽ ഷെരീഫ് എന്ന് പറയുന്നത്. 2018 പാലസ്തീനിലെ മികച്ച യുവ മാധ്യമപ്രവർത്തകനുള്ള അവാർഡ് ഉൾപ്പെടെ കരസ്ഥമാക്കിയിട്ടുള്ള ആളാണ് ഈ കൊല്ലപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ മേഖലയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഈ കൊല്ലപ്പെടുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മാത്രം മുൻപ് ഈ ജനവാസ മേഖലകളിലും അതുപോലെ തന്നെ ഭക്ഷണം വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ആക്രമണം നടന്നത്. പാലസ്തീനിലെ UN പ്രതിനിധി പറയുന്നത് ഈ മൊത്തത്തിൽ ഗാസ മുനമ്പിൽ ഇതുവരെ ഏതാണ്ട് 250ഓളം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ മൊത്തത്തിൽ തുടച്ചു നീക്കി മേഖലയിൽ നടക്കുന്ന സംഭവങ്ങൾ പുറം ലോകം അറിയാതിരിക്കാനുള്ള നീക്കമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗമായി ഉണ്ടാകുന്നത്. ഗാസ മുനമ്പിനെ പിടിച്ചടക്കും എന്ന് നെതന്യാഹു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഈ നീക്കം, ഇസ്രായേൽ സൈന്യത്തിന്റെ നീക്കം, അത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പുറം ലോകം അറിയാതിരിക്കാനുള്ള ഒരു ഗൂഢനീക്കത്തിന്റെ ഭാഗമാണിതെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. ഭവ്യ, ശരി. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കിയെന്നുള്ള വാർത്തയിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. ഇടവേളയ്ക്ക് ശേഷം